പണിയായി ചങ്ങാതി കാണിച്ചത്. എന്ത് പണിയാ കാണിച്ചത്? ഞാൻ കൊടി കാണിച്ച ചേട്ടൻ കണ്ടില്ലേ? എന്തോ വണ്ടി പുറകിലോട്ട് എടുക്കണം. ഇല്ലെങ്കിൽ എന്തിനാ ചേട്ടാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്ന? ഒന്ന് സഹകരിക്കും. സഹകരിച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യണം? ഞാൻ ആളും തരവൊന്നും സംസാരിച്ചില്ലെങ്കിൽ ഇടിച്ച് നിന്റെ മുഖത്തിന്. ഹലോ ബ്രദർ ബ്രദർ ബ്രദർ, എന്തിനാ വെറുതെ പയ്യനെ ഉപദ്രവിക്കുന്നത്? സിഗ്നൽ തെറ്റിച്ച് വണ്ടി എടുത്തോണ്ട് വന്നത് സാറല്ലേ? അത് ചോദിക്കാൻ നീ ആരാ? മനസ്സിലായില്ല. ഞാനൊരു പാവം വഴിയാത്രക്കാരൻ. ഈഗോ ഒക്കെ മാറ്റിവെച്ച് വണ്ടി എടുക്കും. എയർപോർട്ടിലേക്ക് പോകുന്നവരാ എന്റെ വണ്ടിക്കകത്ത്. സമയം തെറ്റി അവർക്ക് ഫ്ലൈറ്റ് മിസ്സാവും. ചെല്ല് പ്ലീസ്. എന്റെ വണ്ടി പോയിട്ട് എടുത്താൽ മതി. ഏത് മറ്റവന്റെ വണ്ടിയും. ബ്രദർ, വാശി പിടിച്ചാൽ നമ്മുടെ രണ്ടുപേരുടെയും പോക്ക് മുടങ്ങും. അതുകൊണ്ട് ഒന്ന് സഹകരിക്കും. നിന്നോടല്ല പറഞ്ഞത് പറ്റില്ലെന്ന്. അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ നീ നിന്റെ വണ്ടി റിവേഴ്സ് എടുക്ക്. ഞാനേ നമ്മുടെ ലാലേട്ടന്റെ, മോഹൻ ലാലേട്ടന്റെ കടുത്ത ആരാധകനാണ്. മൂപ്പറ വണ്ടി പുറകോട്ട് പോവില്ല അത്ര. അതിന് റിവേഴ്സ് ഗിയർ ഇല്ല. ഈയിടയ്ക്ക് ഏതോ TV ന്യൂസിൽ കണ്ടതാ. അത് കണ്ടപ്പം മുതൽ അതുപോലൊരു ഷടകം സ്വന്തമാക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ചതാ. ദ്വാ കിടക്കുന്ന അതിനുമില്ല റിവേഴ്സ് ഗിയറേ. അതുകൊണ്ട് എടുത്ത് മാറ്റണം നിന്റെ കോപ്പിലെ പജീറോ. മാറ്റിയില്ലെങ്കിൽ നീ എന്തോ ചെയ്യൂടാ. അടിച്ച് കൊല്ലണ ഇവനെ. നിനക്ക് ചന്ദ്രഗിരിയിലെ ഒന്ന് ഷോ കാണിക്കണോ? എന്താ ഇത്? പൊതുവഴിയിലെ അക്രമം താൻ മദ്യപിച്ചിട്ടുണ്ടല്ലേ? മദ്യം കലഹക്കാരനാ. മനുഷ്യനെ പിശാചാക്കും. തന്നെ പോലെ തെറ്റ് ചെയ്തത് താനാ. അപ്പൊ തിരുത്തേണ്ടത് തന്റെ ചുമതലയാ. വണ്ടി പറയിലേക്ക് എടുക്കുക. തിരുമേനി, ഞാൻ വിശദീകരണം വേണ്ട, പറഞ്ഞതനുസരിക്കുക. ലക്ഷക്കണക്കിന് വിശ്വാസികളുള്ള ഒരു സഭയുടെ പരമാധികാരിയാണ് ഞാൻ. വണ്ടിയെടുത്ത് മാറ്റ്. അകത്തുകൊണ്ട് വെച്ചേക്കും. അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ അരമനെ വന്ന് കാണുമായിരുന്നല്ലോ. വയ്യാത്ത ശരീരം വെച്ച് എന്തിനാ ഇത്രയും ദൂരം വണ്ടിയില് വന്നാട്ടെ. വയ്യാരിയ ശരീരത്തിനേ ഉള്ളൂ, മനസ്സിനില്ല. ഇവിടെ അടുത്തൊരു അച്ഛൻ്റെ പൗരോഹിത്യം ജോലി. അവിടം വരെ വന്നിട്ട് തന്നെ കാണാതെ പോകാൻ മനസ്സ് വന്നില്ല. മാത്രമല്ല പറയാനും ചിലതുണ്ട്. ഇരുന്നാട്ടെ. റവന്യൂ മന്ത്രി കുരുവിള ജോർജുമായിട്ട് താനൊന്ന് കോർത്തു അല്ലേ? അങ്ങനെ വേണ്ടി വന്നു. സൂക്ഷിക്കണം. വിഷ, മുന്തിയ വിഷം. തീണ്ടാപ്പട അകലെ നിർത്തിയില്ലെങ്കിൽ അപകട. ഇരിപ്പരമനയിലാണെങ്കിലും നാട്ടിൽ നടക്കുന്നതും നടക്കാനിരിക്കുന്നതുമായ പല വിഷയങ്ങളെക്കുറിച്ചും വിവരം കിട്ടും. അങ്ങനെ കിട്ടിയതാ. അത് താനും കൂടെ അറിയണമെന്ന് വിചാരിച്ചു.
ഇവിടെ അങ്ങ് തലസ്ഥാനത്തുമായി ചില ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്. തനിക്കെതിരെ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരുങ്ങുന്നുണ്ട്. അറിയാൻ തിരുമേനി, എത്ര ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും ചിലത് നമ്മളെ തേടി വരാതിരിക്കില്ലല്ലോ. ഇതത്ര നിസ്സാരമല്ല. അക്ഷൗഹിണിയിൽ പല പ്രമാണിമാരും ഉണ്ട്. അവരെല്ലാവരും ചേർന്ന് ചക്രവ്യൂഹം തീർക്കും തനിക്ക് കിട്ടും. അത് ഭേദിക്കാൻ തൻ്റെ കൂടെ ഉണ്ടോ ഒരു അഭിനവ അഭിമന്യു? ഇയാള് മകനാ അച്ചു. താനല്ലേ രാവിലെ വഴിയില്? വഴിയിലോ? അതെ, വഴിയില് അവിടെ റോഡ് പണി നടക്കായിരുന്നേ അച്ഛാ. അതുകൊണ്ട് ഒരു സൈഡ് ബ്ലോക്ക് ചെയ്ത് മറ്റേ സൈഡിലൂടെ മാത്രമാണ് വണ്ടികൾ വിട്ടിരുന്നത്. സിഗ്നൽ കിട്ടി ഞാൻ വണ്ടി എടുത്തപ്പോ എതിർവശത്തോടെ സിഗ്നൽ തെറ്റിച്ച് വേറൊരു വണ്ടി മുഴുവൻ ബ്ലോക്കായി തിരുമേനിയുടെ കാറ് കാരണം. പിന്നെ പുരോഹിതനല്ലേ എന്ന് വിചാരിച്ച് ഞാൻ റിവേഴ്സ് എടുത്തു. അത്രേ ഉള്ളൂ അല്ലേ? മിടുക്കൻ മാധവ, ഞാൻ നേരത്തെ പറഞ്ഞ തിരിച്ചെടുത്തു. ചക്രവ്യൂഹം ഭേദിക്കാൻ ഇവൻ മതി. ഇവനാണ് തൻ്റെ അഭിമന്യു. ഇവൻ കൂടെ ഉണ്ടെങ്കിൽ ഏത് യുദ്ധവും ജയിക്കാൻ തനിക്ക്. നിസ്സാരായിട്ട് മനസ്സിലായില്ലല്ലേ? ഇല്ല. കാര്യം ക്രിസ്തീയ പുരോഹിതനാണെങ്കിലും ജ്യോതിഷത്തിലും ഭാരതീയ തത്വചിന്തയിലും ഒക്കെ വലിയ താല്പര്യം എനിക്ക്. ആ താല്പര്യമാണ് ഞങ്ങളെ തമ്മിൽ അടുപ്പിച്ചത്. ഇയാളുടെ ജാതകത്തിൽ ഇപ്പോൾ അഷ്ടമത്തിലാ വ്യാഴം. ശനി ജന്മത്തിലും. നടക്കാൻ പാടില്ലാത്ത പലതും നടക്കും. ആകാശം ഇടിഞ്ഞ് തൂങ്ങും. ഇടിയും പേമാരിയും കൊടുങ്കാറ്റും വരും. അന്നേരം നോഹയുടെ പേടകം പോലെ ചന്ദ്രഗിരിയെയും മാധവനെയും രക്ഷിച്ചു നിർത്താൻ കൂടെ തന്നെ വേണം താൻ. മാർഷൽ ആർട്സ് പഠിച്ചിട്ടുണ്ടല്ലേ? അങ്ങനെ കുറച്ച് കാലം. കുറച്ചു കാലമായിട്ട് ഇങ്ങനെ ഒരുപാട് കാലം പഠിച്ചിരുന്നെങ്കിലോ?